ആഗോള രാഷ്ട്രീയ ഭൂപടത്തെയും സാമ്പത്തിക രംഗത്തെയും ഒരേ സമയം ഉറ്റുനോക്കാൻ പ്രേരിപ്പിക്കുന്ന പുതിയ നയതന്ത്ര നീക്കങ്ങളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി തുറന്നു നൽകാൻ ചൈന പൂർണ്ണ പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്തതായി ട്രംപ് അവകാശപ്പെട്ടു. യുഎസുമായുള്ള ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധ സാഹചര്യം ഉണ്ടായാൽ ഇറാന് യാതൊരുവിധ സൈനിക സഹായവും ചൈന നൽകില്ലെന്ന് ബീജിംഗ് ഭരണകൂടം തനിക്ക് ഉറപ്പു നൽകിയതായും ട്രംപ് വെളിപ്പെടുത്തി. ചൈനീസ് തലസ്ഥാനമായ ബീജിംഗിൽ വെച്ച ഇരു രാഷ്ട്ര തലവന്മാരും തമ്മിൽ നടത്തിയ അതീവ നിർണായകമായ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പുതിയ അവകാശവാദം പുറത്തു വന്നിരിക്കുന്നത്. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷാവസ്ഥ കൂടുതൽ വഷളാകാൻ ലോകം വലിയൊരു സാമ്പത്തിക തകർച്ച നേരിടേണ്ടി വരുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം തുടരുകയാണെങ്കിൽ അത് ആഗോള സാമ്പത്തിക സൂചികകളെ വളരെ പ്രതികൂലമായി ബാധിക്കുകയും ലോകമെമ്പാടും പണപ്പെരുപ്പം അനിയന്ത്രിതമായി ഉയരുന്നതിന് കാരണമാവുകയും ചെയ്യും. ഈ ഒരു സാമ്പത്തിക അസ്ഥിരത ഒഴിവാക്കാൻ ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമായി നിലനിർത്തേണ്ടത് ആഗോള വിപണിയുടെ അടിയന്തര ആവശ്യമാണ്. ഈ പശ്ചാത്തലത്തിലാണ് ചൈനയുമായി അമേരിക്ക നടത്തിയ ചർച്ചകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യം കൈവരുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ചൈനീസ് സന്ദർശനത്തോടൊപ്പം തന്നെ പശ്ചിമേഷ്യൻ സമാധാനത്തിനുള്ള മറ്റ് സുപ്രധാന ചർച്ചകളും വാഷിംഗ്ടണിൽ സജീവമായി നടക്കുന്നുണ്ട്. ഇസ്രായേലും ലെബനാനും തമ്മിലുള്ള വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നതിനുള്ള ഉന്നതതല ചർച്ചകൾ കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ നടന്നു. ആദ്യഘട്ടത്തിൽ നടന്ന ചർച്ചകൾ വളരെ പോസിറ്റീവ് ആയിരുന്നുവെന്നും ഇരു വിഭാഗവും അനുകൂലമായ സമീപനമാണ് പുലർത്തുന്നതെന്നും വൈറ്റ് ഹൌസ് വക്താക്കൾ ഔദ്യോഗികമായി അറിയിച്ചു. വരും ദിവസങ്ങളിലും ഈ വെടിനിർത്തൽ ചർച്ചകൾ ഇതേ രീതിയിൽ തുടർന്നു കൊണ്ടുപോകാനാണ് അമേരിക്കൻ നയതന്ത്രജ്ഞർ തീരുമാനിച്ചിരിക്കുന്നത്. ബീജിംഗിലെ ഔദ്യോഗിക കൂടിക്കാഴ്ചകൾക്ക് ശേഷം പ്രമുഖ മാധ്യമമായ ഫോക്സ് ന്യൂസ് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് നിലപാടുകളെ കുറിച്ച് വാചാലനായത്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് യുദ്ധക്കണ്ണികളിൽ നിന്ന് മുക്തമാക്കി പൂർണ്ണമായും തുറന്നു കൊടുക്കുന്നത് കാണാൻ തങ്ങളെ പോലെ തന്നെ ചൈനയും ആഗ്രഹിക്കുന്നുണ്ടെന്ന് ട്രംപ് പറഞ്ഞു. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ താൻ അതിന് പൂർണ്ണമായും തയ്യാറാണ് എന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് തന്നോട് നേരിട്ട് വ്യക്തമാക്കിയതാണ് ട്രംപ് അഭിമുഖത്തിൽ അവകാശപ്പെട്ടത്. ഏകദേശം 9 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക സന്ദർശനത്തിനായി ചൈനീസ് മണ്ണിൽ കാൽ കുത്തുന്നത് എന്നത് ഈ കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയ പ്രാധാന്യം ഇരട്ടിയാക്കുന്നു. ഇതിനു മുമ്പ് 2017 അമേരിക്കൻ പ്രസിഡന്റായിരിക്കെ ട്രംപ് തന്നെയാണ് ചൈന സന്ദർശിച്ച അവസാന US ഭരണാധികാരി. അതിനുശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധവും കോവിഡ് പശ്ചാത്തലവുമെല്ലാം ഇരുപക്ഷത്തെയും അകറ്റി നിർത്തിയിരുന്നു. ഒടുവിൽ 9 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ട്രംപ് തന്നെ ബീജിംഗിലെത്തി ഷീ ജിൻപിങ്ങുമായി ചർച്ച നടത്തിയെന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ആഗോള രാഷ്ട്രീയത്തിലും സാങ്കേതിക വിദ്യയിലും നിർണായക സ്വാധീനമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 5 വിഷയങ്ങൾ മുൻനിർത്തിയാണ് ഇത്തവണത്തെ US ചൈന ഉച്ചകോടിക്ക് ബീജിംഗിൽ വേദിയൊരുങ്ങുന്നത്. ഇറാൻ യുദ്ധഭീഷണി, തായ്വാന്റെ പരമാധികാര തർക്കങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ ആധിപത്യം, ആഗോള വിപണിയിലെ ചിപ്പ് നിയന്ത്രണങ്ങൾ, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര അസന്തുലിതാവസ്ഥ എന്നിവയായിരുന്നു ചർച്ചയിലെ പ്രധാന അജണ്ടകൾ. ഈ വിഷയങ്ങളിലെല്ലാം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുക എന്നത് ലോക സമാധാനത്തിന് അത്യാവശ്യമാണെന്ന ബോധ്യം ഇരു നേതാക്കൾക്കുമുണ്ട്. ലോകത്തിലെ ഏക എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു പങ്കും കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷയാണ് ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ സമയം അപഹരിച്ചത്. ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏത് ചെറിയ അസ്വാരസ്യങ്ങളും ആഗോള ഇന്ധന വില കുതിച്ചുയരാൻ കാരണമാകും. ഇറാന് ചൈന നൽകി വരുന്ന സാമ്പത്തിക നയതന്ത്ര പിന്തുണ അമേരിക്കയ്ക്ക് എപ്പോഴും തലവേദനയായിരുന്നു. എന്നാൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു നേരിട്ടുള്ള യുദ്ധമുണ്ടായാൽ ഇറാന് യാതൊരുവിധ സൈനിക സഹായം നൽകില്ലെന്ന് ചൈന വ്യക്തമാക്കിയത് അമേരിക്കയ്ക്ക് തന്ത്രപരമായ വലിയൊരു നേട്ടമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ പ്രത്യേകിച്ച് AI, സെമി കണ്ടക്ടർ ചിപ്പുകൾ എന്നിവയുടെ നിർമ്മാണത്തിലും വിതരണത്തിലും നിലനിൽക്കുന്ന കർശനമായ നിയന്ത്രണങ്ങളെ കുറിച്ച് ഇരു രാഷ്ട്ര തലവന്മാരും ദീർഘനേരം സംസാരിച്ചു. ചൈനീസ് കമ്പനികൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ചിപ്പ് നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്ന് ഷീ ജിൻപിങ് ആവശ്യപ്പെട്ടപ്പോൾ സുരക്ഷാ കാരണങ്ങളാണ് ഇതിന് പിന്നിലെന്ന് ട്രംപ് സമർത്ഥിച്ചു. എങ്കിലും ഭാവിയിൽ ഈ മേഖലകളിൽ പരസ്പര സഹകരണത്തിനുള്ള സാധ്യതകൾ പൂർണ്ണമായും അടച്ചിട്ടില്ലെന്ന സൂചനയാണ് ഉച്ചകോടിക്ക് ശേഷം പുറത്തുവരുന്നത്. തായ്വാൻ വിഷയത്തിലും ഇരു രാജ്യങ്ങളും തങ്ങളുടെ പരമ്പരാഗതമായ നിലപാടുകൾ യോഗത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കി. തായ്വാൻ തങ്ങളുടെ അവിഭാജ്യ ഘടകമാണെന്നും അതിൽ ബാഹ്യ ഇടപെടലുകൾ അനുവദിക്കില്ലെന്നും ചൈന കർശനമായി പറഞ്ഞപ്പോൾ മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന നീക്കങ്ങളിൽ നിന്ന് ചൈന പിന്മാറണമെന്ന ആവശ്യമാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. എന്നിരുന്നാലും തർക്കങ്ങൾക്കിടയിലും പരസ്പരം യുദ്ധത്തിലേക്ക് നീങ്ങാതെ നയതന്ത്ര ചാനലുകൾ സജീവമായി നിലനിർത്താൻ ഇരുപക്ഷവും സമ്മതിച്ചിട്ടുണ്ട്. ട്രംപിന്റെ ഈ ചൈനീസ് സന്ദർശനവും അവിടെ നിന്നുണ്ടായ അനുകൂല പ്രതികരണങ്ങളും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഒരു പുതിയ വഴിത്തിരിവാകുമെന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ചൈനയുടെ വാഗ്ദാനങ്ങൾ എത്രത്തോളം പ്രായോഗികമാകുമെന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാകൂ. എങ്കിലും ഈ ഉച്ചകോടി ആഗോള വിപണിക്ക് താൽക്കാലികമായൊരു ആശ്വാസം നൽകുന്നുണ്ട്. യുദ്ധത്തിന്റെ നിഴലിൽ കഴിയുന്ന ലോകത്തിന്
വൻ ശക്തികൾ തമ്മിലുള്ള ഇത്തരം ചർച്ചകൾ പണപ്പെരുപ്പത്തിൽ നിന്നും സാമ്പത്തിക തകർച്ചയിൽ നിന്നും രക്ഷപ്പെടാനുള്ള പുതിയൊരു പ്രത്യാശയാണ് നൽകുന്നത്.